നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വെട്ടി ഇപ്പോൾ എല്ലാവരും റെസ്റ്റ് കൊടുക്കുന്ന സമയമാണ്. കാരണം കനത്ത ചൂടിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ പാല് കുറയുന്നതിനാൽ മിക്ക ആൾക്കാരും നിർത്തിയിട്ടിരിക്കുകയാണ്. അതിനായി ചിരട്ടയെടുത്ത് നമുക്ക് വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കാം. അതിനായി ഒട്ടുകറ എളുപ്പം വലിക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ടാപ്പിംഗ് നിർത്തിയപ്പോൾ ഈ ചിരട്ട കമ്പിയിൽ നിന്ന് എടുത്ത് നമുക്ക് ശേഖരിച്ച് എല്ലാം കൂടെ ഇട്ട് ഒരു ചരുവത്തിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് ഇട്ട് വെക്കുക. സ്വല്പം ആസിഡ് കൂടെ അതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ 3 ദിവസം കഴിയുമ്പോൾ ചിരട്ടയെടുത്ത് നമുക്ക് പെട്ടെന്ന് ഒട്ടുകറ വലിച്ചെടുക്കാം. വെള്ളത്തിൽ ഇട്ട് നോക്കുമ്പോൾ ചിരട്ട ഒട്ടുപാലിൽ നിന്ന് പെട്ടെന്ന് വേർതിരിക്കാൻ നമുക്ക് ആവും. അല്ലെങ്കിൽ വലിയ പാടാണ്, ചിരട്ട പൊട്ടിപ്പോവും. സൈഡിൽ നിന്ന് എടുത്ത് പൊക്കിയാൽ പെട്ടെന്ന് ഇളകി വരും. ഇങ്ങനെ കുതിർത്ത ചിരട്ടയാണെങ്കിൽ. അല്ലെങ്കിൽ കൊങ്കിരുമ്പ് മുനയറ്റമുള്ള ഒരു കൊങ്കിരുമ്പ് എടുത്ത് അത് കുത്തിയെടുത്ത് വെള്ളോട്ട് പൊക്കിയെടുത്താൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഒട്ടുകറ വേർതിരിച്ചെടുക്കാം. അപ്പം ചിരട്ടി വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കുക. അടുത്ത മഴയൊക്കെ പെയ്തതിന് ശേഷം വീണ്ടും ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഈ ചിരട്ട നല്ല ചിരട്ട നോക്കി പറക്കി വെച്ച് നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. ഇപ്പോൾ വിപണിയിൽ മിക്ക കടകളിലും 2 മുതൽ 2.5 രൂപയാണ് 600 ml ചിരട്ട. അതേസമയം 900 ml ചിരട്ടയ്ക്കാണെങ്കിൽ 2.5 മുതൽ 3 രൂപയാണ് പല കടകളിലും കിട്ടുന്നത്. അതേസമയം ഇപ്പോൾ റബ്ബർ ഷീറ്റിന് ഇപ്പോൾ RSS4 ഇപ്പോൾ 200 കടക്കാൻ പോവുകയാണ്. അതേസമയം ഒട്ടുപാലും 120-നടുത്ത് എത്തുവാൻ പോവുകയാണ്. ഇനി ഈ വർഷം നല്ല രീതിയിൽ ഉൽപ്പാദനം നടക്കാത്തതുകൊണ്ട് റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടാനും സാധ്യതയുണ്ട്. ഒപ്പം ഒട്ടുകറയ്ക്കും വില കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റബ്ബർ ഷീറ്റിന് താങ്ങുവിലയായിട്ട് 200 രൂപ വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുമ്പ് 150 ആയിരുന്നു, ഇപ്പോൾ 200 ഉയർത്തിയിട്ടുണ്ട്. നവംബർ ഡിസംബർ മാസത്തിലെ ബില്ലുകളാണ് ഇപ്പോൾ RPS സെൻറ്ററുകളിൽ ചോദിക്കുന്നത്. അതിനായി കരമടച്ച റെസിപ്റ്റും അതിൻ്റെ സർവീസ് ചാർജും ഉൾപ്പെടെയൊക്കെ റെസിപ്റ്റും കൊണ്ടുകൊടുത്താൽ അവർ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് റബ്ബറിന് താങ്ങുവിലയായി 250 രൂപ പ്രഖ്യാപിക്കുമെന്ന്. ആ പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരെയും ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത്. എന്തായാലും റബ്ബർ ചിരട്ട നമുക്ക് വൃത്തിയായി സൂക്ഷിച്ച് വെക്കാം. അടുത്ത സീസണിൽ നമുക്ക് റബ്ബർ ടാപ്പിങ്ങിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ ചിരട്ടക്കറ വൃത്തിയാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക.